സംഘികളെ വിറ്റു തിന്നുന്ന ഒരു വണ്ടിക്ക് കെട്ടാവുന്ന രണ്ട് കാളകൾ പരസ്പരം സംസാരിക്കുന്നു. എല്ലാം അറിയുന്നവരാണെന്നുള്ള ഒരു ചിന്തയിലാണ് എല്ലാം സംസാരിക്കുന്നത്. പക്ഷേ അറിവുള്ളവൻ അതിന് മറുപടി കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. സൂത്രന് ഷീരു കൂടി എന്തോ പറയുന്നു, കേട്ടു നോക്കാം. അബ്ദുള്ള മരിച്ച് 2.5 വർഷത്തിന് ശേഷമാണ് ആമിന പ്രവാചകനെ പ്രസവിക്കുന്നത്. ഓഹോ, അങ്ങനെ ചരിത്രമുണ്ടാ? എന്നിട്ട് ബിജിഎം ഒക്കെ കൊള്ളാം. ഈ ചരിത്രം എവിടെ ഉള്ളത്? പിന്നെ ഇമാം മാലിക്കിന്റെ ഒരു അൽ ഉമ്മ എന്നൊരു പുസ്തകമുണ്ട്. രാമിത ചേച്ചി പറഞ്ഞ കള്ളം കൊള്ളാം. ചക്കിക്കൊത്ത ചങ്കനോടാണ് പറഞ്ഞ സ്ഥലവും ഒക്കെ. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പ്രൈവറ്റ് ആക്കി പറയണ്ടേ? ഇതിപ്പോ എന്താ സംഭവിച്ചത്? ഇമാം ഷാഫി തങ്ങളുടെ കിതാബാണ് അൽ ഉമ്മ എന്നുള്ളത്. ഇമാം മാലിക് തങ്ങളുടെ കിതാബല്ല. അതാകട്ടെ ഫിഖിന്റെ കിതാബാണ്. അവിടെ ആമിനാബിയുടെ അബ്ദുള്ളയുടെയൊക്കെ ചരിത്രം പറയുന്ന കിതാബല്ല. നുണ പറയുമ്പോ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ട് പറയണ്ടേ? ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് ആരോടെങ്കിലും ചോദിക്കണ്ടേ? ഇതിനേക്കാൾ വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വല്ലതും ഉണ്ടോ? അവനവിടെ ബീജിയം വിട്ട് ഇരിക്കുകയാണ് ആരിഫ്. എന്ത് ചെയ്യാനാണ്? പണിപാട്. ആരിഫണ്ണന് മറുചോദ്യങ്ങൾ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇതിനുള്ള മറുപടിയൊന്നും പുള്ളി തരത്തില്ല.